പ്രവാസ ലോകത്തെ വാർത്തകൾ. ഖത്തറിലെ ആക്രമണം വീണ്ടും വിചാരമില്ലാത്ത നടപടിയെന്ന് ഡൊണാൾഡ് ട്രംപ്. കിട്ടിയ അവസരം മുതലാക്കിയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഖത്തറിൽ ആക്രമണം നടത്താനുള്ള തീരുമാനം ബുദ്ധിപരമായിരുന്നില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ട്രംപ് പറഞ്ഞു. നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ചാണ് ട്രംപ് അതൃപ്തി അറിയിച്ചത്. രൂക്ഷമായ ഭാഷയിലാണ് നെതന്യാഹുവിനെ ട്രംപ് ശാസിച്ചതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒട്ടും വീണ്ടുവിചാരമില്ലാത്ത പ്രാദേശിക നയതന്ത്രത്തെ അസ്ഥിരപ്പെടുത്തുന്ന നീക്കമായിരുന്നു ഖത്തറിൽ നടത്തിയ ആക്രമണമെന്നായിരുന്നു അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞത്. ഇത്തരം നീക്കം നടത്തുന്നതിന് മുമ്പ് തന്നോടുകൂടി ആലോചിക്കണമായിരുന്നുവെന്നും മുൻകൂട്ടി അറിയിക്കണമായിരുന്നുവെന്നും നെതന്യാഹുവിനോട് അമർഷത്തോടെ ട്രംപ് പറഞ്ഞു. ആക്രമണം നടത്തുന്നതിനായി തനിക്ക് ചെറിയ അവസരമാണ് ലഭിച്ചതെന്നും ആ അവസരം താൻ മുതലെടുത്തെന്നും തീരുമാനമെടുക്കാൻ തനിക്ക് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നുമാണ് നെതന്യാഹുവിന്റെ ന്യായീകരണം. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്ന നെതന്യാഹുവിന്റെ വാദത്തിന് ഹമാസിന് ദോഹയിൽ ഓഫീസ് നൽകിയത് മധ്യസ്ഥ ചർച്ചയ്ക്കാണ് എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ചൊവ്വാഴ്ചയായിരുന്നു ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദിയിൽ വ്യാപാര മുദ്രാ സംവിധാനം ലംഘിച്ചതിന് 36 ലക്ഷം ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. രാജ്യത്തുടനീളം 2000-ലധികം റെയ്ഡുകളും പരിശോധനകളും നടത്തി. പകർപ്പവകാശ നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടികളാണ് സൗദി അതോറിറ്റി ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി നടത്തിയത്. കഴിഞ്ഞ വർഷം രാജ്യത്തുടനീളം 2000-ലധികം റെയ്ഡുകളും പരിശോധനകളും നടത്തി. ഇതിലൂടെ ട്രേഡ് മാർക്ക് നിയമം ലംഘിച്ച 36 ലക്ഷത്തിലധികം ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. ഇതിൽ 52% വസ്ത്രങ്ങളും പാദരക്ഷകളുമാണ്. പകർപ്പവകാശ നിയമം ലംഘിച്ച് ലൈവ് സ്ട്രീമിംഗ് നടത്തിയ 7900 വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്തു. വാണിജ്യ സ്ഥാപനങ്ങളിലും അതിർത്തികളിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും നിയമലംഘനങ്ങൾ തടയുന്നതിന് കർശന പരിശോധനയാണ് നടന്നുവരുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നേരിടുന്നതിന് ഒന്നിച്ചു പ്രവർത്തിക്കാൻ തീരുമാനമെടുത്ത് GCC രാജ്യങ്ങൾ. മേഖലയിൽ സാമ്പത്തിക തട്ടിപ്പുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം. ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈമിന്റെ സഹകരണത്തോടെ കുവൈറ്റിൽ നടന്ന GCC സെക്യൂരിറ്റി മീഡിയയുടെ 20ാമത് മന്ത്രിതല യോഗത്തിലായിരുന്നു തീരുമാനം. മേഖലയിൽ സുരക്ഷ ശക്തമാക്കാൻ GCC രാജ്യങ്ങൾ ഒരുമിച്ചു നിൽക്കാൻ തീരുമാനമെടുത്തു. കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദത്തിന് ധനസഹായം നൽകൽ, സംഘടിത കുറ്റകൃത്യം തുടങ്ങിയ സാമ്പത്തിക ക്രമക്കേടുകൾക്കെതിരെയാണ് ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. അടുത്തിടെയായി GCC രാജ്യങ്ങൾ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുവരികയാണ്. ഇവയ്ക്കെതിരെ പോരാടാൻ സംഘടിതമായി നീങ്ങും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.